നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ, ബൈജൂസ് തെളിയിലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു കലാകാരനെയാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ തമാശയൊക്കെ പറയും, നിനക്ക് പോലെ വാർക്കപ്പണിക്ക് പോയിക്കൂടെയാണെന്ന്. അതെ, ഒരു കലാകാരൻ ജീവിക്കാൻ വേണ്ടി ഒരു വാർക്കപ്പണിക്ക് പോകുന്നത് ഒന്ന് കാണിക്കാം. ഓക്കെ. വാർക്കപ്പണിക്ക് പോകുന്ന തട്ടടി വിദഗ്ധൻ ശ്രീ മധു അഞ്ചലാണ് ഇപ്പോൾ എന്നോടൊപ്പം നിൽക്കുന്നത്. ഹലോ മധു അഞ്ചൽ, നമസ്കാരം. നിങ്ങൾക്ക് ഈ പണിയൊക്കെ അറിയാമോ? നിങ്ങൾ കലാകാരനായിരുന്നല്ലോ. കലാകാരനാന്ന് പറഞ്ഞോണ്ട് പണി അറിയിക്കുന്നുണ്ട്. ഞാൻ ഈ പണിയൊക്കെ പഠിച്ചിട്ട് തന്നെയാണ് കലാകാരനായത് തന്നെ. ആണോ? എല്ലാ പണിയും, വാർക്കപ്പണി അറിയാം, കട്ടകെട്ടാൻ അറിയാം, കൂലിപ്പണി അറിയാം, പെയിന്റിങ് അറിയാം. അല്ല, കല മാത്രം പഠിച്ചോണ്ട് ജീവിക്കാൻ പറ്റുമോ? ഇല്ല, ജീവിക്കണമെങ്കിൽ നമുക്ക് എന്നും കല ഉണ്ട്, പറ്റത്തില്ലല്ലോ. പറ്റത്തില്ല. അപ്പം നിങ്ങള് ഒരെണ്ണം താഴ്ന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കണ്ടേ? അടുത്തതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലയോ? അല്ലാതെ ദുഃഖിച്ചോ കരഞ്ഞിട്ടോ ഇരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇപ്പൊ മദ്യപാനമൊക്കെ ഉണ്ടോ? അങ്ങനൊന്നും ചോദിക്കരുത്. ഇപ്പം പിന്നെ പണി ചെയ്യുമ്പോ ഞാനൊന്നും കഴിക്കാറില്ല. ആഹാരമല്ല, മദ്യം കഴിക്കാറില്ല. മദ്യപാനം ഇച്ചിരി നശിപ്പിച്ചെന്ന് തോന്നുന്നുണ്ടോ? മദ്യം ഇച്ചിരി അമിതമായി കഴിച്ചത് കൊണ്ട് നമ്മുടെ കലയിൽ ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ ബാധിച്ചിട്ടുണ്ടാകാം. എനിക്ക് തോന്നിട്ടില്ല. ചില സാഹചര്യങ്ങൾ പറ്റിപ്പോയെന്നേ ഉള്ളൂ. അത് മനഃപൂർവ്വം ആരും ഒന്നും ചെയ്യില്ലല്ലോ. എന്നാലും അത് നമ്മുടെ മദ്യപാനാണല്ലോ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ചത്. മദ്യപാനം മാത്രമല്ലോ, കുശുമ്പ് ജീവിതത്തെ മാറ്റിമറിക്കുന്നില്ലേ? ആണോ? പാരവെപ്പ് മാറ്റിമറിക്കുന്നില്ലേ? ഈ പാരവെപ്പും അതിലുണ്ടായിരുന്നോ? അല്ല, എന്നെ ആരും പാര വെച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല. ഈ മദ്യപാനമാണോ മനസ്സിന് ആനന്ദം എന്ന പാട്ട് അത് കവികൾക്ക് എന്തു എഴുതാലോ. അരിഷ്ടം. സത്യം പറയാം, നിങ്ങൾ ഈ വീട്ടെടുക്കുന്ന സമയത്ത് എന്റെ കൂടെ നിന്നാ അന്തസ്സായിട്ട് വൈകുന്നേരം 1300 രൂപ വാങ്ങിച്ചോണ്ട് പോവാ. അത് ശരിയാ. 1000 വീട്ടിൽ കൊടുത്ത് 300 എന്തോ ചെയ്തോ. പക്ഷെ കലാരംഗത്ത് കടം പറയുന്നവരേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ രംഗത്ത് ആരും കടം പറയാറില്ല. ഇല്ല. ഓക്കെ, ഒരു ഞങ്ങൾക്ക് വേണ്ടി, പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നാടൻ പാട്ട് പാടാമോ? 2 വരികൾ അറിയാവുന്ന. അല്ല, ഒന്നാമത് പണിയുടെ കഷ്ടപ്പാട്. ഇതിന്റെ ഇടയ്ക്ക് പാട്ടും കൂടെ പാടിക്കഴിഞ്ഞാൽ മോലാളി പൈസ തരത്തില്ല. ആണോ? ഓക്കെ, ഇത്ര സമയം നിങ്ങൾ ചിലവഴിച്ചതിന് നന്ദി. താങ്ക് യു.